പ്രിയ കൂട്ടുകാരെ നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ ഭരണസമിതിയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയും പുതുപ്പള്ളിയെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇനി മെമ്പർമാർക്ക് മുന്നിൽ കിടക്കുന്നത്. ഭരണസമിതിക്ക് മുന്നിലൊക്കെ നമുക്കറിയാം, പുതുപ്പള്ളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പുതുപ്പള്ളിയിലെ വഴികളുടെ പ്രശ്നം. അത് എല്ലാ വാർഡുകളിലും വഴികളെല്ലാം വളരെ മോശമായി കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കുടിവെള്ള പ്രശ്നം. ഞാനടക്കമുള്ളവർ താമസിക്കുന്നത്, ഞാൻ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലാണ് താമസിക്കുന്നത്. ഇപ്പം തന്നെ കിണറ്റിലെ വെള്ളമൊക്കെ പറ്റാൻ തുടങ്ങി. അപ്പം തന്നെ ഞാൻ തൊട്ടടുത്ത സമീപത്ത് ഒരു പാറക്കുളത്തിൽ നിന്ന് വെള്ളം എടുത്താണ് ഞാൻ വീട്ടിലെ ആവശ്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. അതുപോലെ ഞാൻ നിങ്ങളെ കഴിഞ്ഞ ഇടയ്ക്കെല്ലാം വീഡിയോ കാണിച്ചാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലെ ഇപ്പോഴും പാറമട എന്നാണ് ആയിരക്കണക്കിന് ആൾക്കാർ കുടിവെള്ളം എടുത്ത് ജീവിക്കുന്നതെന്ന് നിങ്ങളോട് ഞാൻ കാണിച്ചതാണ്, വീഡിയോ കാണിച്ചാണ്. ഇതെല്ലാം ഇപ്പം നിങ്ങൾക്ക് വന്ന ഞാൻ നുണ പറയുന്നതല്ല, ഇതെല്ലാം സത്യമായ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉടനെ ഉണ്ട്. ഇതിപ്പം വരാൻ പോകുന്നത് അതിഭയങ്കരമായ വേനലാണ് വരാൻ പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം തന്നെ കിണറ്റിലെ വെള്ളം പറ്റിയിരിക്കുകയാണ്. പല വീട്ടുകാരും ഇപ്പം കുടിവെള്ളം ഇതിനു മുമ്പ് തന്നെ തൊട്ടേ കുടിവെള്ളം വീടുകളിൽ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു വീട്ടിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുടിവെള്ളം കൂടെ ഇറക്കി കഴിയുമ്പം ജീവിത നിലവാരങ്ങൾ ഒന്നാമത്തെ സാധനത്തിന് തീ പിടിച്ച് പറയുകയാണ്. അതിനിടയ്ക്കാണ് ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നം കൂടെ വരുന്നത്. അതൊക്കെ വളരെ വലിയ രൂക്ഷമായ പ്രശ്നമാണ്. അത് ഇപ്പം ജലജീവന്റെ ആണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ 90% വർക്കുകളെല്ലാം പൂർത്തിയായിരിക്കുക. 3 ടാങ്കുകൾ തീർന്നു. അതുപോലെ അങ്ങോട്ടുള്ള പൈപ്പ് കണക്ഷന്റെ ഇനി ഏറെക്കുറെ കുറച്ച് ഒരു 10% അല്ല ഒരു 15% വർക്കും കൂടെ ഉള്ളൂ. അതും കൂടെ ഒന്ന് പൂർത്തിയായി കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ പുതുപ്പള്ളി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും കുടിവെള്ളം എത്തും. അത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കൂടെ കാണണം. അതോടൊപ്പം തന്നെ ഈ നമുക്കറിയാം, ഇപ്പം കോൺഗ്രസിന്റെ 14 അംഗങ്ങളാണ് ഭരണസമിതി വന്നിരിക്കുന്നത്. വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടിയാണ് ഇവിടെ UDF പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. പുതുപ്പള്ളി UDF ശക്തമായ തിരിച്ചരവ് നടത്തിയെങ്കിലും LDF നിലവിൽ കോൺഗ്രസിന്റെ ഭരണം പിടിച്ചു മേടിച്ച പോലെ മേടിച്ച ഭരണസമിതിയാണ് LDFന്റെ. അത് വളരെ ദയനീയമായ രീതിയിൽ 3ാം സ്ഥാനത്തേക്ക് പോകുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടത്. അത് ശരിക്കും പറഞ്ഞാൽ LDFന്റെ ഭാരവാഹികളൊക്കെ ഇതിനെപ്പറ്റി ശക്തമായിട്ടൊന്ന് പഠിക്കണം. എങ്ങനെയാണ് പുതുപ്പള്ളിയിൽ 3ാം സ്ഥാനത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായതിനെ പറ്റിയൊക്കെ ശരിക്കും ഒരു പഠനം തന്നെ നടത്തേണ്ട ഒരു അവസ്ഥയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ BJP ശക്തമായ മത്സരമാണ് പുതുപ്പള്ളിയിൽ കാഴ്ചവെച്ചത്. അവർക്ക് 3 മെമ്പർമാരുണ്ടായിരുന്നു. അവര് ഈ പ്രാവശ്യം പ്രതിപക്ഷ സ്ഥാനത്തേക്കാണ് BJP വന്നിരിക്കുന്നത്. അത് തന്നെ BJPയുടെ ഏറ്റവും വലിയൊരു വിജയമാണ് പുതുപ്പള്ളിയിൽ. അങ്ങനെ ശക്തമായ മത്സരങ്ങളിലൂടെയൊക്കെയാണ് വന്നെങ്കിലും, അപ്പൊ നമുക്കറിയാം ഇനിയിപ്പം വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പുതിയൊരു പഞ്ചായത്ത് പ്രസിഡന്റ് വരണം. ആ പ്രസിഡന്റ് വരിക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, UDFന്റെ കാലത്ത് ഏത് ഭരണസമിതി വരുന്ന സമയത്തും പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു ചെറിയ തർക്ക വിഷയമാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ പിടിവലികളും അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നിലനിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാം. ഇലക്ഷന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ആൾക്കാരെല്ലാം ചർച്ച തുടങ്ങി പ്രസിഡന്റ് ആകാൻ വേണ്ടി ഇനി പടിയായിരിക്കും കാണാൻ പോകുന്നെന്ന് പറഞ്ഞത്. അത് ശരിയാണ്. അതിൻ്റെ അകത്ത് ഏറെക്കുറെയൊക്കെ പറയുന്നതിൻ്റെ അത് കാര്യമുണ്ട്. ഇത് ഒന്നും അറിയാതെ ആൾക്കാരൊന്നും പറയത്തില്ല. കാരണം നമ്മുടെ ഇപ്പം പറയാം, പുതുപ്പള്ളിയിലെ സംബന്ധിച്ച് പറയുമ്പോഴത്തേന് നമുക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന 3 ആൾക്കാരുടെ പേരാണ് എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത്. ഒന്ന് നമ്മുടെ KB ഗിരീശൻ 19ാം വാർഡിൽ നിന്ന് മത്സരിച്ചത്. അതുപോലെ പയ്യപ്പാടിയിൽ നിന്ന് സാബു പുതുപ്പറമ്പൻ, അതോടൊപ്പം തന്നെ 9ാം വാർഡിലെ സാംകെ വർക്കി. ഇങ്ങനെ 3 പേരുകളാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി പദവിയിലേക്ക് എല്ലാവരുടെയും പറച്ചിലും ഒക്കെ നമ്മൾ വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ആരാദ്യം പ്രസിഡന്റ് ആവും, ഏതായാലും ടേൺ വരും. കാരണം അങ്ങനെ വരത്തുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് അങ്ങനെ MLA ആരെയും പിണക്കാത്ത രീതിയിൽ MLA എന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ MLA ചെയ്യുമായിരിക്കും. ഇതിന്റെ എല്ലാം അന്തിമ തീരുമാനം എന്ന് പറയുന്നത് പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മനാണ്. അപ്പം നമ്മുടെ ഈ ഇലക്ഷന്റെ സമയത്ത് തന്നെ നമ്മുടെ KB ഗിരീശനൊക്കെ ആണെങ്കിലും പല വീടുകളിലൊക്കെ വന്നപ്പോഴത്തേന് പലരോടും പറഞ്ഞത് ഞാനിതുപോലെ പ്രസിഡന്റ് ആവും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സാബു പുതുപ്പറമ്പന്. അദ്ദേഹം വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വന്ന ഒരാളാണ്. അപ്പം അദ്ദേഹവും പഞ്ചായത്ത് പ്രസിഡന്റ് ആവുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 9ാം വാർഡിൽ മെമ്പറുമായ സാംകെ വർക്കി, അദ്ദേഹം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാണ്. അപ്പൊ അദ്ദേഹത്തിനും പ്രസിഡന്റ് സ്ഥാനം കൊടുക്കും എന്നുള്ളതാണ് കൂട്ടൽ. ഈ 3 പേരുടെ പേര് വന്നുകൊണ്ട് എന്റെ ഒരു അനുമാനമാണ്. ഇതിപ്പം തർക്കത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ആദ്യത്തെ 2 വർഷം സാബു പുതുപ്പറമ്പന് കൊടുക്കുകയും പിന്നീടുള്ള 2 വർഷം KB ഗിരീഷിന് കൊടുക്കുകയും പിന്നീടുള്ള 1 വർഷം സാംകെ വർക്കി കൊടുക്കുകയും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായമാണ്. അല്ലെങ്കിൽ ആദ്യത്തെ വർഷം സാബുവിന് കൊടുക്കുകയും 2 വർഷം സാംകെ വർക്കി കൊടുക്കുകയും 1 വർഷം KB ഗിരീഷിന് കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ആ സ്ഥാനത്ത് പിന്നീട് ഈ 1.5 വർഷം വീതമൊക്കെ വന്നു കഴിയുമ്പോഴത്തേന്
നമുക്കിപ്പം പുതുപ്പള്ളി പഞ്ചായത്തിൽ ഇപ്പോഴത്തെ സ്ഥിതി വെച്ചുകൊണ്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു 5 വർഷം കിട്ടിയാൽ പോലും ഈ മണ്ഡലത്തിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമില്ലാത്തൊരു സാഹചര്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം വീതം വെച്ച് പോയി കഴിയുമ്പോഴത്തേന് അവരുടേതായിട്ടുള്ള കുറേ അഭിപ്രായങ്ങൾ കാണിക്കുകയും ചെയ്യും. പുതുപ്പള്ളിയിൽ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പം ഒന്നും നടക്കുകയാണെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചുരുക്കം കാണാൻ പോകുന്ന കാഴ്ചകൾ. കാരണം ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഈ ടേണ് വന്നു കഴിയുമ്പോഴത്തേന് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളല്ലേ ഈ 2 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അടുത്ത 2 വർഷം അല്ലെങ്കിൽ 1.5 വർഷം ആണെന്നുണ്ടെങ്കിൽ 1.5 വർഷം കൊണ്ട് ഒന്നും ചെയ്താൽ ഒരു കാര്യവും നടക്കാൻ മേലാത്തൊരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകും. അപ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെയൊക്കെ ഫൈനൽ തീരുമാനം വരുന്നത് MLA ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ വാർഡുകളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതുപ്പള്ളിയിൽ നിങ്ങൾക്കറിയാം കവലയിലെ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ കിടക്കുന്നു. അതുപോലെ പുതുപ്പള്ളി കവല ബെസ്റ്റ് ബേക്കറിയുടെ മുന്നിൽ ഒരു ഓടയുടെ സ്ലാവ് പോയി കിടക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കുറെ 1 വർഷമായി. അതുപോലെ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന വഴികൾ നിങ്ങൾക്കറിയാം, അത് അങ്ങോട്ട് അവിടെ എത്രയോ പ്രാവശ്യം ഒരു 4-5 പ്രാവശ്യം നമ്മുടെ ഓട്ടോറിക്ഷക്കാരൊക്കെ നന്നാക്കി അവസാനം ഇപ്പാണ്ട് കുറച്ച് ടാറ് കൊണ്ടുപോയിട്ട് അതൊന്നും ശാശ്വതമായ ഒരു പരിഹാരമല്ല. അത് തന്നെയല്ല ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അവിടെ ഒരു കുടുംബശ്രീയുടെ ഒരു കെട്ടിടം ചുമ്മാതെ വെച്ചിരിക്കുക. അതൊരു അതിന് മറവായിട്ട് വരുന്നു. അതുപോലെ ഒരു വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചിട്ടിട്ട് അറിയാമല്ലോ, നിങ്ങൾക്കറിയാം എത്രയോ നാളായെന്നറിയാം ഒരു വെയിറ്റിംഗ് ഷെഡ് പൊളിച്ച് 6 തൂണയിൽ അവിടെ നിൽക്കുകയാണ്. 20 ലക്ഷം രൂപയുടെ ഒരു വെയിറ്റിംഗ് ഷെഡാണ് അവിടെ പണി തീരുന്നത്. അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഇല്ലാത്ത ഒരു കവലയിലേക്ക് അത്രയും കുറച്ച് സ്ഥലവും കൂടെ ഒരു കാഴ്ചപ്പാടില്ലാത്ത രീതിയിലാണ് അതിപ്പം പണിത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ പണി പോലും പൂർത്തിയാതെ ആൾക്കാർ വെയിലും കൊണ്ട് ആ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ LDF കൊണ്ടുവന്ന ട്രാഫിക് പരിഷ്കരണം അത് ഒരു കണക്കിന് നല്ലതായിരുന്നു. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ വശങ്ങളെന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡിന്റെ അകത്തുനിന്ന് ഇറങ്ങിപ്പോകുന്ന ആ വഴിയുടെ ആ നിർമ്മാണം അത് ഏറ്റവും വലിയ അപാകതയാണ്. ഒരു വലിയ കുഴിക്കകത്തോട്ട് ഇറങ്ങുന്നത്. അത് തന്നെയല്ല ആ ബസ് സ്റ്റാൻഡിന്റെ അകത്തോട്ട് നിങ്ങൾക്കറിയാം അതിലെ യാത്ര ചെയ്തവരേക്കെന്ന് അറിയാം 3 സൈഡിൽ നിന്നും വണ്ടി വന്ന് ഒരുപോലെയാണ് ഈ കുഴിക്കകത്തോട്ട് ഈ കുപ്പിക്കകത്തോട്ട് ഇറങ്ങുന്നത് പറഞ്ഞ പോലെ ഇറങ്ങിയാണ്. അതിന്റെ അതുപോലെ ആ സൈഡിലൊന്നും ഓടയ്ക്ക് സ്ലാവില്ല. അവിടെയൊക്കെ എന്തെങ്കിലും ഒരു വലിയ അപകടം ഉണ്ടാവും. അതിന് മുമ്പ് അതിനൊരു പരിഹാരം അവിടെ ചാലം കൂടെ ഉയർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ ഒരു നല്ല രീതിയിൽ വാഹനങ്ങൾ പോകത്തുള്ളൂ. അതുപോലെ നിങ്ങൾക്കറിയാം ഒരു ഭാരവണ്ടിയൊക്കെ പുതുപ്പള്ളി കവല വന്നു കഴിഞ്ഞാൽ തിരിയത്ത് പോലുമില്ല. 4-5 പ്രാവശ്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുത്ത് ആ കവല മുഴുവൻ കുരുക്കിയതിന് ശേഷം മാത്രമേ ഒരു വാഹനങ്ങൾ തിരിഞ്ഞു പോരത്തുള്ളൂ. അതുപോലെ തടിലോറികളൊക്കെ വരുന്ന ഒരു വാഹനം പോലും ബസ് സ്റ്റാൻഡിന്റെ അകത്തൂടെ ഇറങ്ങി പോകത്തില്ല. അവര് നേരെ തന്നെ പോകത്തുള്ളൂ. 1 വേ തിരിച്ച് മാത്രമേ പോകത്തുള്ളൂ. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കുഴിക്കകത്തോടെ ഇറങ്ങി അപ്പുറത്തോടെയൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ തടിലോറിയൊക്കെ ആയിട്ട് പോകുമ്പോൾ തന്നെ അതൊക്കെ മറിയും. കാരണം ആ രീതിയിലാണ് ഒരു അശാസ്ത്രീയമായ നിർമ്മാണമാണ് പുതുപ്പള്ളിയിൽ ആ ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പുതുപ്പള്ളിയിൽ പഞ്ചായത്തിന്റെ മുൻവശത്തെ വഴി അത് എത്രയോ നാളായി അതിന്റെ പണി തുടങ്ങിയിട്ട്. അതുപോലെ തന്നെ കാഞ്ഞിരത്തുമൂടി നിന്ന് പുമ്മറ്റത്തിന് പോകുന്ന റോഡ് ഇതും ജനങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. ആ സൈഡിൽ ഈ പഞ്ചായത്തിന്റെ അവിടെ താമസിക്കുന്ന ആൾക്കാർ മിക്ക ദിവസം എന്നോട് വിളിച്ച് പരാതി പറയും പൊടിശല്യം കാരണം അവിടെ ഇരിക്കാൻ മേലെന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ കാഞ്ഞിരത്തുമൂട്ടിൽ നിന്ന് പുമ്മറ്റത്തിനുള്ള വഴിയുടെ അവിടുത്തെ പണി ഏറെക്കുറെയൊക്കെ ഇതൊക്കെ ഉറുമ്പനങ്ങുന്നെന്ന് പറഞ്ഞ പോലെയാണ് ഈ പണികളെല്ലാം നീങ്ങുന്നത്. അത് എത്രയും പെട്ടെന്ന് സ്പീഡപ്പ് ആക്കി ജനങ്ങളെ ഇനിയും ബുദ്ധിമുട്ടിക്കരുത്. കാരണം ഈ 4-5 വർഷക്കാലം ജനങ്ങൾ ഈ നശിച്ച റോഡിൽ കൂടെ നടന്ന് മടുത്ത് നിൽക്കുകയാണ്. ഇനിയും നിങ്ങൾ ഈ പുതിയ ഭരണസമിതി വരുന്നവർ നിങ്ങളൊന്ന് കൂടി തീരുമാനം എടുത്തിട്ട് ഈ ജനങ്ങളെ ഇനിയും ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം കാര്യങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ റവന്യൂ ടവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാം അതിന്റെ പണിയെ ഭയങ്കര വിവാദത്തിലൊക്കെ ആയിരിക്കുന്നു. അത് ഇനി ഏത് രീതിയിൽ ഇനി എങ്ങനെ പൂർത്തീകരിക്കും എന്നുള്ളത് അതൊക്കെ ഇനി പുതിയ ഭരണസമിതിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ അത് ഒരു നല്ലൊരു പ്ലാനാണ്. അത് വന്നു കഴിഞ്ഞാൽ പുതുപ്പള്ളിയിലെ ഒരുപാട് നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാം വില്ലേജ് ഓഫീസിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ വീർപ്പ് മുട്ടി ജീവനക്കാർ നിൽക്കുന്ന ഒരു സ്ഥലമാണ് പുതുപ്പള്ളിയിലെ വില്ലേജ് ഓഫീസ്. അത് ഇലക്ഷന്റെ സമയത്ത് മാത്രം എല്ലാവരും വന്ന് ചാനലുകാരെല്ലാം പുതുപ്പള്ളിയിലെ വില്ലേജ് ഓഫീസിന്റെ അവസ്ഥയെല്ലാം ചൂണ്ടിക്കാണിക്കും. പക്ഷെ അതിനുശേഷം പിന്നീട് യാതൊരു അനക്കവും. അപ്പൊ റവന്യൂ ടവറിന്റെ പണി പൂർത്തിയാകുകയാണെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസ് അങ്ങോട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് അങ്ങോട്ട് വരും. അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫീസ് അങ്ങോട്ട് വരും. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളെല്ലാം അങ്ങോട്ട് വരികയും ചെയ്യും. പുതുപ്പള്ളി കവല കേന്ദ്രീകരിച്ചാകുമ്പോഴത്തേന് എല്ലാവർക്കും പൊതുജനങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു നല്ല കാര്യങ്ങളൊക്കെയാണ് പുതുപ്പള്ളിയിൽ ഇനിയും ചെയ്തു വരേണ്ടത്. അതുപോലെ വാർഡിലെ പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് വരും ദിവസങ്ങളിൽ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഈ വാർഡിലെ പ്രശ്നങ്ങളുമായിട്ടും നിങ്ങളെ ആരെയും വെറുതെ വിടാൻ ഉദ്ദേശമില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് വരും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസ് വീണ്ടും കാണാം.